നമ്മൾ റോൾ ഓഫ് ജുഡീഷ്യറിയിൽ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പഠിച്ചു. 3 കാര്യങ്ങളുണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ? ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റും ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിലോ, അല്ലെങ്കിൽ 2 ആൾക്കാർ തമ്മിലോ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലോ, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങൾ തമ്മിലോ ഒക്കെയുള്ള ഡിസ്പ്യൂട്ടുകൾ ശരിയാക്കുന്നത്, അവസാനം അന്തിമമായ തീരുമാനം എടുക്കുന്നത് എപ്പോഴും കോർട്ടായിരിക്കും. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരാൾ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള ഒരു സംഭവം ഇരിക്കട്ടെ. അപ്പൊ മറ്റേ ആൾക്ക് കോർട്ടിലോട്ട് പോയി ഇത് 2 ആൾക്കാർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടിന്റെ ഒരു കാരണമാണ്. മിക്കവാറും നമ്മൾ കേരളത്തിലൊക്കെ ഉള്ള മെയിൻ പ്രശ്നം, ഈ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള പ്രശ്നമാണ് ഈ വഴി പ്രശ്നം. അതായത് ഒരു വഴി കൂടെ പോകാൻ, അല്ലെങ്കിൽ ആ വഴി തടയുന്നു, അല്ലെങ്കിൽ അതൊരു ബേസിക് ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ വഴിയുടെ പ്രശ്നം പോലെയുള്ള പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ അവനെന്നെ ഇടിച്ചു, ഇവനെന്നെ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞ പല കേസുകളും വരുന്നില്ലേ, ആക്രമിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ, ആൾക്കാർ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ചിലപ്പോൾ വെള്ളത്തിന്റെ പേരിൽ, ഒരു നദിയുടെ പേരിലൊക്കെ തമ്മിൽ അടിയായിരിക്കും. ഈ വെള്ളം ഞങ്ങൾക്ക് വേണം, ഞങ്ങളാണ് കൂടുതൽ വെള്ളം എടുക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് പല സ്ഥലത്തും നമ്മളത് കേട്ടിട്ടുണ്ട്. അതൊക്കെ കോടതിയാണ് ഇതിനെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ലോ പാസ്സാക്കി എന്ന് വിചാരിച്ചു, അതായത് പാർലമെന്റ് ഒരു ലോ പാസ്സാക്കി, ആൾക്കാർക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ അവർക്ക് ആൾക്കാരും ഗവൺമെന്റും തമ്മിലായ ഡിസ്പ്യൂട്ട്. അപ്പൊ അതും നമുക്ക് ഈ വഴി, അതായത് ജുഡീഷ്യറി വഴി നമുക്ക് അതിനും പരിഹാരം കണ്ടെത്താം. അപ്പൊ എല്ലാ ആൾക്കാരുടെയും പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു കടമ.